പ്രഖ്യാപനങ്ങളിൽ സന്തോഷം, പക്ഷെ അത് നടപ്പിലാവുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഇത് തന്നെ നമ്മൾ വിഡ്ഢികളാണെന്ന ധാരണ. തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ട് തന്നെയല്ലേ അങ്ങനെ കളിക്കുന്നത്. ഉണ്ടാവില്ല, ലാസ്റ്റിലെ ഇലക്ഷനിലേ വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയല്ലേ ചെയ്യൂ. 2000 അല്ല, പ്രകടന പത്രികയിൽ 2500 എന്നാ പറഞ്ഞത്. ഇതിപ്പോൾ 2500 ആക്കാന്ന് പറഞ്ഞ് കയറി അന്ന് തുടങ്ങിയല്ലേ. ഇത് ഇലക്ഷൻ എടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, വേറെ ഒന്നല്ല. ഞെട്ടിക്കുന്ന ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി പിണറായി സർക്കാർ വമ്പിച്ച ഒരു പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ വേളയിൽ നടത്തിയിട്ടുള്ള ഈ പ്രഖ്യാപനത്തെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പിൻ്റെ ഇത് തന്നെ നമ്മൾ വിഡ്ഢികളാണെന്ന ധാരണ. ജനങ്ങൾക്ക് കിട്ടുന്നതിൽ ഒരു ഇതുമില്ല, സന്തോഷമേ ഉള്ളൂ. അതിലപ്പുറം ജനങ്ങൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസും കൂടി 5 ലക്ഷത്തിൻ്റെ ആക്കി തരുമെങ്കിൽ സാധാരണക്കാരൻ രക്ഷപ്പെടും. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ്. സന്തോഷം തോന്നുന്നു. അത് കിട്ടിയാൽ പറയാ. അങ്ങനെ ഇപ്പം കുറേയായി പറയുന്നു, നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇപ്പം കഴിഞ്ഞ 2 മാസം ഒന്നായിട്ട് കൊടുക്കുമെന്ന്, ഇപ്പം പറഞ്ഞ ഡിസംബറിൽ കൊടുക്കുമെന്ന്. കിട്ടിയാലേ പറയാൻ പറ്റും. തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ട് തന്നെയല്ലേ അങ്ങനെ കളിക്കുന്നത്. ഉണ്ടാവില്ല, ലാസ്റ്റിലെ ഇലക്ഷനിലേ വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയല്ലേ ചെയ്യൂ. ഉടനെ ഒഴിവായിക്കോളൂ അയാൾ. അതാണ് നമ്മളെ ആഗ്രഹം. അത്രയും അഴിമതിയും കെടുകാര്യസ്ഥതയും വാക്കിന് വല്ലാതെയും എല്ലാ തരത്തിലുള്ളൊരു പ്രതീകമായി മാറിയിരുന്നു ഇടതു മുന്നണി എന്ന് പറഞ്ഞാൽ. മാറിയേ പറ്റൂ, ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗതികേട് എന്ന് പറയുന്നത്. ഓക്കെ, 2000 അല്ല, പ്രകടന പത്രികയിൽ 2500 എന്നാ പറഞ്ഞത്. എന്നിട്ട് ഇതുവരെ 2600 ഒരു മാറ്റം ഉണ്ടാക്കിയില്ല, ഒരലക്കവും ഇല്ല. പിന്നെ ഇലക്ഷൻ്റെ സമയമായതുകൊണ്ടായിരിക്കും ചെറിയൊരു മാറ്റം വന്നത്. എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം 2500 ആണല്ലോ പെൻഷൻ ഉദ്ദേശിച്ചത്. 2000 ഇല്ലെങ്കിൽ 1900 ആക്കും. ഓക്കെ, പിണറായിൻ്റെ വാക്യാനല്ലേ, ഉറപ്പാണ് നടപ്പിലാവും. പ്രഖ്യാപനങ്ങളിൽ സന്തോഷം, പക്ഷെ അത് നടപ്പിലാവുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് ജനങ്ങൾ ഇതിനെ വിലയിരുത്തുമെന്നുള്ള ഒരു വിഷമാണുള്ളത്. സ്വാഭാവികമായിട്ട് 2000 രൂപ പെൻഷനാക്കുമെന്നുള്ള പ്രകടന പത്രിക പ്രഖ്യാപനം നടത്താൻ ഏകദേശം 10 വർഷം 9-9.5 വർഷം കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളത് ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ വൈകിപ്പോയി എന്നുള്ള ഒരു പരാതിയാണ് പറയാനുള്ളത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കെട്ടകാലത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രയാസമുള്ള കാലത്ത്, വിലക്കയറ്റം അതിരൂക്ഷമായ കാലത്ത് 2000 രൂപ ആക്കുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അത് 2000 അല്ല, 2500 3000 ആക്കണം എന്നുള്ളതാണ് ഒരു യുവാവ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. കിട്ടിയാൽ കാണാം, അത്ര തന്നെ. വേറെ പറയാ കുറയായില്ലേ പറയുന്നു. പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അത് പ്രാബല്യത്തിൽ വരണം. അല്ലാണ്ട് വെറും ഒരു വാഗ്ദാനമായിട്ട് മാറരുത്. പാവങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ മനുഷ്യർക്ക് നേരെ, പാവപ്പെട്ടവരുടെ നേരെ, ജനങ്ങളുടെ മേലെ ഇത് ചെയ്യുമ്പോൾ അവരതിൽ വിശ്വസിക്കുന്നുണ്ട്. അത് പ്രാബല്യത്തിൽ വരുത്തണം. ഇതിപ്പോൾ 2500 ആക്കാന്ന് പറഞ്ഞ് കയറി അന്ന് തുടങ്ങിയല്ലേ. ഇത് ഇലക്ഷൻ എടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, വേറെ ഒന്നല്ല. ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിപാടിയാണ്, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. അത്രേ ഉള്ളൂ. ഇലക്ഷൻ മുന്നും കണ്ടു, പഞ്ചായത്ത് ഇലക്ഷൻ മറ്റുള്ളവർക്ക് വരാൻ പോകുന്നില്ലേ, അതിനുള്ളൊരു മുന്നോടിയായിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ആദ്യം അവർ അധികാരത്തിൽ കയറിയ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട എല്ലാവർക്കും നല്ലതായിരുന്നു.